ഹലോ ഡേ ടു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പോകുന്നത് തേക്കടിയിലോട്ടാണ്. ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് തേക്കടി. അപ്പോൾ നമ്മൾ വാഗമണ്ണ് പോകാനാണ് ഇരുന്നത്, പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് തേക്കടിയാക്കി. എല്ലാവരും നല്ല ടയേർഡാണ്, ക്ഷീണിച്ച് ഉറക്കമാണ് വണ്ടിയിൽ. റിച്ചൂട്ടൻ പോകുന്ന വഴിക്കുള്ള കാടുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡേ 1 വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മുടെ റിച്ചൂട്ടാൻ്റെ ഒരു വലിയ ആഗ്രഹം സഫലീകരിച്ച ദിവസം കൂടെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ. ഞങ്ങളങ്ങനെ ഹൈ റേഞ്ചൊക്കെ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാമക്കൽമേടൊക്കെ പോകുന്നത് ഈ ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടുന്ന് കുറച്ച് ദൂരം വരും, എന്നാലും റൂട്ടെല്ലാം സെയിം തന്നെയാണ്, വാഗമൺ തേക്കടിയെല്ലാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം വണ്ടി കണ്ടപ്പോഴത്തേക്ക് അവിടെ നിർത്തി ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതിയിട്ട് നിൽക്കുക. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ തണുപ്പത്തെ ഐസ്ക്രീം ഒരു കോമ്പിനേഷൻ ആണല്ലോ, എസ്പെഷ്യലി ഫോർ മീ ഓൺലി. ഞങ്ങൾ പിന്നെ AVTയുടെ ടീ ഗാർഡൻ വഴിയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഒത്തിരി സ്ഥലത്ത് നല്ല വൈഡായിട്ട് സ്പ്രെഡായി നല്ല തേയിലത്തോട്ടം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തേക്കടിയിൽ റൂമെത്തി. ഒത്തിരി അടുത്ത് നമ്മൾ അന്വേഷിച്ചു, നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് പോയൊന്നുമല്ല, നമ്മൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി നമ്മൾ എത്തിയത് അവിടെ. അതുകൊണ്ട് തന്നെ പ്രീ ബുക്കൊന്നും ചെയ്തില്ല. 2-3 അടുത്ത് കയറി ചോദിച്ചപ്പോൾ ഒരിടത്തു നിന്നാണ് നമുക്ക് ഈ ഒരു നമ്പർ തന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി നിയർ ബൈ എന്നാണെങ്കിൽ പറയാം. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് നേരെ അങ്ങ് തേക്കടിയിലേക്ക് പോകാൻ എളുപ്പമായിരുന്നു. ഞങ്ങളുടെ റൂമാണ് കേട്ടോ, ഞങ്ങൾ ഇൻ്റർ കണക്റ്റഡ് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന പാടെ ഗൂഗിൾ TV ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. TV ഒക്കെ വെച്ച് പിള്ളേർ സെറ്റല്ലായിരുന്നു കാണുകയാണ്. റിച്ചൂട്ടൻ്റെ ഫേവറേറ്റ് മൂവിയാണ് കേട്ടോ ഒടിയൻ. റിച്ചൂട്ടൻ ലാലേട്ടൻ്റെ എല്ലാ മൂവീസും റിച്ചൂട്ടൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. അങ്ങനെ ഒടിയനൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ഇൻ്റർ കണക്റ്റഡ് നമ്മുടെ റൂംസ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ നല്ല ചൂട് മന്തിയായിരുന്നു കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മന്തിക്ക്, പറയാതെ വയ്യ. പിന്നെ ഞങ്ങളുടെ റിച്ചൂട്ടൻ്റെ ആഗ്രഹ സഫലീകരണത്തിനായിരുന്നു പോയത്. മറ്റൊന്നുമല്ല, ആനപ്പുറത്ത് കയറാൻ. എനിക്ക് തേക്കടി എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നതാണ് റിച്ചൂട്ടൻ്റെ ആനപ്പുറത്ത് കയറ്റണം എന്നുള്ളത്. അവൻ്റെ കുഞ്ഞിലോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, അവൻ ആനപ്പുറത്ത് കയറണം. ആന എപ്പോഴും കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ആനകളെ. പക്ഷേ ആനപ്പുറത്ത് അവന് ഇതുവരെ കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് കയറ്റണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ സഫാരി പാർക്കിൽ പോയ എലിഫൻറ്റിൻ്റെ അവിടെ എലിഫൻറ്റിൻ്റെ ആ ഒരു ബെഡൊക്കെ ഇത് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. അതായത് ആൾക്കാർ ഇരുത്താനായിട്ട് എലിഫൻ്റെ പുറത്ത് വെക്കുന്നതാണ്. ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 700 രൂപയാണ് വരുന്നത്. അത് ഇച്ചിരി കൂടുതലാണ്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ റിച്ചൂട്ടൻ റൈഡിനൊക്കെ പോവാണ്. റിച്ചൂട്ടനും ആദിച്ചേട്ടനും അവൻ്റെ അച്ഛനും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മഴ ആയതുകൊണ്ടാണ് കേട്ടോ കുട പിടിച്ചിരിക്കുന്നത്. ചെറുതായിട്ട് ചാറ്റലുണ്ടായിരുന്നു, അത് അവർ കുട പിടിച്ചിട്ടിരിക്കുന്നത്. റിച്ചൂട്ടന് ഒരു പേടിയില്ലായിരുന്നു. അങ്ങനെ അവൻ സന്തോഷപൂർവ്വം അതൊക്കെ അവസാനിപ്പിച്ചു. ആന സഫാരി കഴിഞ്ഞ് ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ നിന്ന് അപ്പോഴത്തേക്കും ഇരുട്ടായി, നല്ല തിരക്കുണ്ടായിരുന്നു ആനപ്പുറത്ത് കയറാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതി. ഒത്തിരി സ്വീറ്റ്സ്, സ്പൈസസ്, ചിപ്സ് അങ്ങനെയുള്ള എൻ്റെ ഒത്തിരി കടകൾ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങി. ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസേ വാങ്ങിയുള്ളൂ. ചിപ്സും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. റിച്ചൂട്ടൻ ആ കടയിൽ ഒരു ആനയെ കണ്ടിട്ട് നോക്കിയിട്ടിരിക്കുകയാണേ. ഇനി ഡേ 3യുടെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.